നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പോലീസിന് നേരെ ഗുണ്ട ആക്രമണം. വടക്കേകാട് SI അനിൽകുമാറിന് ഗുരുതര പരിക്ക്. തിങ്കളാഴ്ച രാത്രി 10:15 പുന്നയൂർകുളം കുന്നത്തൂർ ദേവാസുര ബാർ കോമ്പൗണ്ടിലാണ് സംഭവം. യുവാക്കൾ കത്തിയുമായി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നുവെന്ന വിവരമറിഞ്ഞാണ് പോലീസ് എത്തിയത്. വടക്കേകാട് സ്വദേശികളായ ഗുണ്ട ലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രണവ്, രാഹുൽ, സുഹൃത്ത് ബജീഷുമാണ് സംഘത്തിലുണ്ടായിരുന്നത്. ഇവരെ പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നതിനിടെ പ്രണവ് കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് SI അനിൽകുമാറിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. മൂക്കിന് ഗുരുതര പരിക്കേറ്റ അനിൽകുമാറിനെ കുന്നംകുളം ദയാ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മൂവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. എരുമപ്പെട്ടി കുണ്ടന്നൂർ മാവിൻചുവട് പരിസരത്ത് കടന്നലാക്രമണം. കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും കടന്നൽ കുത്തേറ്റവരെ രക്ഷിക്കാനെത്തിയവർക്കും കടന്നൽ കുത്തേറ്റു. ചിരിയങ്കണ്ടത്ത് LC, ലോട്ടറി വിൽപ്പന തൊഴിലാളി പുൽക്കൂട്ടിൽ ഷീബ എന്നിവർക്കും ഇവരെ കടന്നലാക്രമണത്തിൽ നിന്ന് രക്ഷിക്കാനെത്തിയ മേക്കാട്ടുകുളം ദേവസി മകൻ ഡോൺ, വീട് നിർമ്മാണ തൊഴിലാളിയായ എരുമപ്പെട്ടി സ്വദേശി പ്രസാദ് എന്നിവർക്കുമാണ് കടന്നൽ കുത്തേറ്റത്. ചൊവ്വാഴ്ച രാവിലെ 9:30 സംഭവം. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ മാവിൻചുവട് പരിസരത്ത് വീടിനോട് ചേർന്നുള്ള പൊന്തക്കാട് വൃത്തിയാക്കുന്നതിനിടയിൽ കടന്നൽക്കൂട്ടം ഇളകുകയായിരുന്നു. ആദ്യം LCക്കും അതുവഴി നടന്നു പോവുകയായിരുന്ന ഷീബയ്ക്കും കുത്തേറ്റു. തുടർന്ന് ഇവരെ രക്ഷിക്കാനെത്തിയ ദേവസിക്കും മകൻ ഡോണിനും പ്രസാദിനും കുത്തേൽക്കുകയായിരുന്നു. അതുവഴി കടന്നുപോയ വഴിയാത്രക്കാർക്കും കുത്തേറ്റിട്ടുണ്ട്. കടന്നൽ ആക്രമണത്തിൽ പരിക്കേറ്റ LC, ഷീബ, ദേവസി, ഡോൺ എന്നിവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തെ തുടർന്ന് ഏറെ നേരം റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഞങ്ങളിവിടെ പണിയെടുക്കായിരുന്നു. അപ്പോഴാണ് കരച്ചിൽ കേട്ടിട്ട് ഞങ്ങൾ റോട്ടിൽ ഇറങ്ങിയപ്പോൾ തേനീച്ച് കുത്തുണ്ട് ചേച്ചിനെ. അപ്പോൾ ഞങ്ങൾ ഓടിച്ചെടുത്ത് ചെന്നിട്ട് രക്ഷിക്കുക വന്നപ്പോൾ എൻ്റെ വില കുത്തി പുറത്ത് കണ്ണിൻ്റെ ഇവിടെ കണ്ട, പിന്നെ ബാക്കിൽ ഈ ചേട്ടന് കുത്തിയിട്ട് അപ്പോഴേക്കും ആകെ എന്നെ വളഞ്ഞപ്പോൾ ഞങ്ങൾ ഓടി പോകുന്നു. പിന്നാലെ ഫുള്ളായി ഇവിടെ അപ്പോഴേക്കും എന്നിട്ട് ഒളിച്ചിരുന്നു ഞങ്ങൾ. വരവൂർ പഞ്ചായത്തിൽ കുടുംബശ്രീ CDS ഭരണസമിതിയിൽ ഭരണപക്ഷം വിവേചനം കാണിച്ചെന്ന് പ്രതിപക്ഷ ആരോപണം. എക്സ് ഒഫീഷ്യോ അംഗങ്ങളായി പഞ്ചായത്ത് ഭരണസമിതിയിൽ നിന്നും നിയമിക്കേണ്ട 5 വനിതാ മെമ്പർമാരെ ഇടതുപക്ഷ ഭരണസമിതി യാതൊരു കൂടിയാലോചനയുമില്ലാതെ LDFിൽ നിന്നുള്ള 5 മെമ്പർമാരെ മാത്രം നിയമിച്ചതായി പ്രതിപക്ഷം ആരോപിച്ചു. പ്രതിപക്ഷ അംഗങ്ങളുടെ വാർഡുകളിലും കുടുംബശ്രീ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നതിനാൽ കമ്മിറ്റിയിലേക്ക് പ്രതിപക്ഷത്തു നിന്നും ഒരംഗത്തെയെങ്കിലും എടുക്കാൻ തയ്യാറാകാത്തത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണെന്ന് പ്രതിപക്ഷാംഗങ്ങൾ പറഞ്ഞു. 16-അംഗ ഭരണസമിതിയിൽ 3 വനിതകൾ അടക്കം 7 അംഗങ്ങൾ പ്രതിപക്ഷത്തുണ്ട്. ഇതിൽ 4 പേർ UDF അംഗങ്ങളും 2 അംഗങ്ങൾ BJPയും 1 സ്വതന്ത്രനുമാണ്. പ്രതിപക്ഷാംഗങ്ങളായ ഷംനാസ് തിച്ചൂർ, നാസർ, വാപ്പുട്ടി, സുബീഷ്, ബീവാത്തുകുട്ടി, ഷെറീന, ബിന്ദു തുടങ്ങിയവർ വിയോജനക്കുറിപ്പ് നൽകി. വാർത്തയിലേക്ക്. 64-ാമത് സംസ്ഥാന കേരള സ്കൂൾ കലോത്സവ വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പിന് മമ്മിയൂർ ലിറ്റിൽ ഫ്ലവർ CGHSS സ്കൂളിൽ സ്വീകരണം നൽകി. വിവിധ വിദ്യാലയങ്ങളിൽ നിന്ന് ഗൈഡ്സ്, NCC, NSS, JRC, SPC വിദ്യാർത്ഥികളുടെ സാന്നിധ്യത്തിൽ വാദ്യമേളങ്ങളുടെയും വിവിധ കലാരൂപങ്ങളുടെ അകമ്പടിയോടെയുമാണ് സ്വർണ്ണക്കപ്പിന് സ്വീകരണം നൽകിയത്. തുടർന്ന് നടന്ന യോഗം ചാവക്കാട് നഗരസഭാ ചെയർമാൻ AH അക്ബർ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകരായ സിസ്റ്റർ സിമി മരിയ, സിസ്റ്റർ അൽഫോൺസ് ഡെൽഫി എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, മറ്റ് ജനപ്രതിനിധികൾ, വിവിധ വിദ്യാലയങ്ങളിലെ പ്രധാനാധ്യാപകർ, അനധ്യാപകർ, രക്ഷിതാക്കൾ, PTA പ്രതിനിധികൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മില്ലുകാരുടെ അനാസ്ഥയിൽ നെല്ല് സംഭരണം വൈകിയതിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് M. ബാലാജി പറഞ്ഞു. പോർക്കുളം പഞ്ചായത്തിലെ കാഞ്ഞിരപ്പാടം പാടശേഖരത്തിലെ 80 ഏക്കർ മുണ്ടകൻ 2ാം വിളവാണ് മില്ലുകാർ ഏറ്റെടുക്കാത്തത്. കൊയ്ത്ത് കഴിഞ്ഞിട്ടും പാടി കോർപ്പറേഷനുമായി രജിസ്റ്റർ ചെയ്ത് സർക്കാരുമായി കരാറുണ്ടായിട്ടും മില്ലുകാർ അകാരണമായി നെല്ല് ഏറ്റെടുക്കാതെ കർഷകരെ പ്രതിസന്ധിയിലാക്കുകയാണ്. വൻകിട കർഷകരല്ല എന്നതിനാൽ കൊയ്തെടുത്ത നെല്ല് സൂക്ഷിച്ചുവെക്കാൻ സൗകര്യങ്ങൾ കുറവാണ്. നെല്ല് വന്യമൃഗങ്ങൾ നശിപ്പിക്കുകയോ പൂപ്പലും മുളയും വന്ന് നശിക്കുകയും വിലയേറിയ ടാർപോളിൻ വാങ്ങേണ്ടി വരികയും ചെയ്യുന്നത് കർഷകർക്ക് ഇരട്ടി ബാധ്യത ഉണ്ടാക്കുകയാണ്. ഇതേ തുടർന്ന് കർഷക സംഘം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞിരപ്പാടത്ത് സന്ദർശനം നടത്തി. മഴ മുന്നറിയിപ്പ് വന്നതും കർഷകരെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. പരിഹാരം കാണേണ്ട ഉദ്യോഗസ്ഥർ ഗുരുതരമായ അനാസ്ഥയാണ് കാണിക്കുന്നത്. അടിയന്തരമായി നെല്ല് ഏറ്റെടുക്കാൻ മില്ലുടമകൾ തയ്യാറാകാത്ത പക്ഷം
വലിയ പ്രക്ഷോഭവും പ്രതിഷേധവും സംഘടിപ്പിക്കുമെന്നും കൃഷിമന്ത്രി അടക്കമുള്ളവരെ വിഷയം ധരിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. എങ്ങനെയല്ല കൃഷിക്കാരെ കഷ്ടത്തിലാക്കാം എന്നുള്ളതാണ് മില്ലുകാരുടെ ഈ തെറ്റായ നടപടികൾ കൊണ്ടുണ്ടാകുന്നത്. ഇപ്പോൾ തന്നെ 18 ദിവസമായിട്ട് നെല്ല് പാടത്താണ്. ഈ 18 ദിവസമായിട്ട് ഈ ടാർപ്പായ്ക്ക് വാടക കൊടുക്കണം. ഈ 18 ദിവസം രാത്രി കാവല് കിടക്കണം. രാത്രി പന്ന് വരും, ഈ ചാക്കൊക്കെ കുത്തി പൊളിക്കും, നായ്ക്കൾ വരും, അത് ടാർപ്പായ്ക്ക് കടിച്ചു പൊളിക്കും. എല്ലാ ദിവസവും ആ പാടത്ത് കിടക്കുകയാണ്. കാലാവസ്ഥ നിരീക്ഷകർ പറഞ്ഞ് മഴയുണ്ടാകാൻ സാധ്യതയുണ്ട്. മഴയും കൂടി വന്നാൽ പൂർണ്ണമായി. കർഷക സംഘം ഏരിയ സെക്രട്ടറി കെ.ബി. ജയൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി.ജി. രഘുനാഥ്, കർഷക സംഘം ഏരിയ എക്സിക്യൂട്ടീവ് അംഗം എം.ടി. പോൾസൺ, വി.കെ. ജയൻ, അഖില മുകേഷ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. തലക്കോട്ടുകര സെന്റ് ജോസഫ് കുരിശുപള്ളിയുടെ 60ാം വാർഷികത്തോടനുബന്ധിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എക്സ് കേച്ചേരി ബ്രാഞ്ചിന് സഹായധനം കൈമാറി. സഹായധനം കൈമാറൽ ചടങ്ങ് ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗം കെ.എൽ. പോൾസൺ ഉദ്ഘാടനം ചെയ്തു. സെന്റ് ജോസഫ് കുരിശുപള്ളി 60ാം വാർഷികാഘോഷ കമ്മിറ്റി കൺവീനർ ജോർജ് കെ. ഫ്രാൻസിസ് അധ്യക്ഷനായി. എക്സ് കേച്ചേരി ബ്രാഞ്ച് പ്രസിഡന്റ് വി.എ. കൊച്ചുലാസർ സഹായധനം ഏറ്റുവാങ്ങി. സെന്റ് ജോസഫ് കുരിശുപള്ളി ഭാരവാഹികളായ ജോയി ചാലക്കൽ, മോഹൻ ആന്റണി, എക്സ് കേച്ചേരി ബ്രാഞ്ച് സെക്രട്ടറി എം.എം. മുഹസിൻ, കൺവീനർ എ.ജെ. ജോൺ, എക്സ് തലക്കോട്ടുകര യൂണിറ്റ് സെക്രട്ടറി ടി.വി. രഞ്ജിത്ത് എന്നിവർ സംബന്ധിച്ചു. കുടുംബശ്രീ അംഗങ്ങൾക്ക് മറക്കാനാവാത്ത അനുഭവം സമ്മാനിച്ച് ചാലിശ്ശേരിയിലെ സരസ്മേള. രുചിയും തിരക്കുമൊത്തുചേർന്ന ഫുഡ് കോർട്ടിൽ പ്രവർത്തിച്ച ഇവർ കൂട്ടായ്മയുടെയും ആത്മവിശ്വാസത്തിൻ്റെയും കരുത്താണ് സ്വന്തമാക്കിയത്. ആനക്കര CDS അംഗവും പഞ്ചായത്ത് ഹരിതസേന പ്രസിഡന്റുമായ കെ. സൈനബയുടെ നേതൃത്വത്തിൽ 76 പേർ അടങ്ങിയ കുടുംബശ്രീ അംഗങ്ങളാണ് ഫുഡ് കോർട്ടിൽ സജീവമായി പ്രവർത്തിച്ചത്. ലീഡർ എന്തു പറഞ്ഞാലും അനുസരിക്കാൻ തയ്യാറായി നിന്നത് വിജയത്തിന്റെ രഹസ്യമെന്ന് ലീഡർ സൈനബ പറഞ്ഞു. സജീവമായിട്ട് ഞാൻ എന്ത് പറഞ്ഞാലും സന്തോഷത്തോടെ അത് അനുസരിച്ചു. കാരണം നമ്മൾ അവരുടേതായ ഒരു ഇഷ്ടത്തിന് സാറന്മാരും തന്നെ നല്ല സപ്പോർട്ട്. എന്ത് പറഞ്ഞാലും സാറന്മാരോട് ഞാൻ ഓക്കെ പറയുള്ളൂ, എനിക്ക് വയ്യാന്ന് പറയില്ല, അതാരോടും. ശുചിത്വവും സേവനവും ഒരുപോലെ മുൻനിർത്തിയ പ്രവർത്തനങ്ങളിലൂടെ കുടുംബശ്രീയുടെ സംഘാടക ശേഷി ഇവർ തെളിയിച്ചു. ഇവരിൽ കന്നഡ, ഹിന്ദി ഭാഷകളിൽ പ്രാവീണ്യമുള്ള 3 പേർ ഉണ്ടായത് ഇതര സംസ്ഥാന സ്റ്റാളുകളുമായി ആശയവിനിമയം നടത്താനും സഹായകരമായി. ഇതോടെ ഏകോപനവും സേവനവും കൂടുതൽ കാര്യക്ഷമമായി നടപ്പാക്കാനായി സാധിച്ചതായും ഫുഡ് കോർട്ടിലെത്തുമ്പോൾ എല്ലാം മറന്നുള്ള സന്തോഷമാണെന്നും കുടുംബശ്രീ അംഗം സുമലത നാഗലശ്ശേരി പറഞ്ഞു. അടിപൊളിയാണ്. ഭയങ്കര ഇനിയും കൂടുതൽ സരസ്മേളകളിൽ പങ്കെടുക്കാൻ കാത്തിരിക്കുകയാണ് 76 അംഗ കൂട്ടായ്മ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഞാൻ പല മേഖലകളിലും പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. പക്ഷെ എന്റെ ബാക്കിയുള്ള അംഗങ്ങള് ആദ്യമായിട്ട് പുറത്തിറങ്ങുന്ന കുട്ടികളുണ്ട്. അവര് പറയുന്ന താത്ത ഞങ്ങൾക്ക് വേറെ എവിടെ വിളിച്ചാലും ഞങ്ങൾ പോരാൻ തയ്യാറാ, താത്ത ഞങ്ങൾക്ക് ഒപ്പം ഉണ്ടായാൽ മതി എന്നാണ്. ഡിവൈഎഫ്ഐ കാട്ടകമ്പാൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ പ്രകടനം നടത്തി. പാർട്ടി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം ചിറക്കൽ സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം മേഖലാ ട്രഷറർ അനുമോൻ സി തമ്പി ഉദ്ഘാടനം ചെയ്തു. കെ ഷമീർ അധ്യക്ഷത വഹിച്ചു. മേഖലാ കമ്മിറ്റി അംഗങ്ങളായ KA അഭിരാജ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കോലം കത്തിച്ചു. പാലയൂർ ചെഞ്ചേരി ഭഗവതി ക്ഷേത്രത്തിലെ മകരച്ചൊവ്വ മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. ക്ഷേത്രത്തിൽ ഭഗവതിക്ക് കളമ്പാട്ട്, ദീപാരാധന, കേളി, തായമ്പക, എഴുന്നള്ളിപ്പ് എന്നിവ 7 ദിവസങ്ങളിലായി നടക്കും. മകരച്ചൊവ്വ ദിനം നടക്കുന്ന മഹോത്സവത്തോടെ ചടങ്ങുകൾക്ക് സമാപനമാകും.
ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,065 രൂപ, പവന് 1,04,520 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 275 രൂപ. ചരമം. ഗുരുവായൂർ തൈക്കാട് ജുമാത്ത് പള്ളിക്ക് സമീപം വലിയകത്ത് പടിഞ്ഞാറയിൽ അബുഹാജി നിര്യാതനായി. 74 വയസ്സായിരുന്നു. ഖബറടക്കം ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് തൈക്കാട് പള്ളി ഖബർസ്ഥാനിൽ നടത്തും. റംല ഭാര്യയും അഫ്സൽ, അനീഷ്, അൻഷാദ്, അൻഷ എന്നിവർ മക്കളുമാണ്. ഗുരുവായൂർ തിരുവെങ്കിടം അകമ്പടി പത്മാവതിയമ്മ നിര്യാതയായി. 77 വയസ്സായിരുന്നു. പരേതനായ പുരുഷോത്തമൻ നായർ ഭർത്താവാണ്. വിനോദ് കുമാർ, വിജയകുമാർ എന്നിവർ മക്കളാണ്. സംസ്കാരം ഗുരുവായൂർ നഗരസഭ ക്രിമിറ്റോറിയത്തിൽ നടത്തി. പഴഞ്ഞി മേലെപ്പട്ടിത്തടം പുലിക്കോട്ടിൽ പരേതനായ ശീമോന്റെ ഭാര്യ അറിയാമ്മ നിര്യാതയായി. 71 വയസ്സായിരുന്നു. സംസ്കാരം പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടത്തി. ഷിജി, ഷാജൻ എന്നിവർ മക്കളാണ്. വെള്ളാറ്റഞ്ഞൂർ തോട്ടാൻ പറമ്പിൽ പരേതനായ രാമദാസ് ഭാര്യ വത്സല നിര്യാതയായി. 72 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് വീട്ടുവളപ്പിൽ നടത്തും. വിജി, ബിജു എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.